ചരിത്രത്തെ ഭയമാണ് ഇവർക്ക് എന്ന് ഞാൻ പറയാൻ കാരണം ഇത്തരത്തിലുള്ള ചരിത്രപരമായ വായനയുടെ ഭാഗം കൂടിയിട്ടാണ്. ഇപ്പൊ ഇവര് മൽക്കാനിയൊക്കെ പറയുന്നു. അപ്പോ അരുൺ ഷൂരിയെയും ഒരുപക്ഷെ അസ്കർ വായിച്ചു കാണും. ചരിത്രത്തിലെ ചരിത്രകാരന്മാർ നടത്തിയ കൊടും ക്രൂരതകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തെ ആഹ് ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നത് ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബലാത്സംഗം ചെയ്ത, സർക്കാരിന്റെ പണം കൊണ്ട് ധൂർത്തടിച്ചുകൊണ്ട് ചരിത്രത്തെ പൂർണ്ണമായി തിരുത്തി എഴുതിയ കരൺ താപ്പർ തൊട്ടുള്ള ആളുകളുടെ ചരിത്രപരമായ ഏഹ്, ഏറ്റവും നാണം കെട്ട കഥകൾ അരുൺ ഷൂരി നീണ്ട പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. താങ്കൾ അതും കൂടി ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ ഈ ചരിത്രത്തെ കുറിച്ചൊക്കെ പറയണത് താങ്കൾക്ക് കുറച്ചൊക്കെ ഒരു ബോധം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ടിപ്പു സുൽത്താനാണ് ഏറ്റവും വലിയ മഹാത്മാഗാന്ധിയെ മാറ്റിയിട്ട് ടിപ്പു സുൽത്താനെ നോട്ടിൽ അച്ചടിച്ചു വെക്കണം എന്ന് ഹസ്കർ പറഞ്ഞില്ല എന്ന ഒരു ഭാഗ്യത്തിലാണ് ഞാനിരിക്കുന്നത്. കാരണം നമ്മൾ പഠിച്ച ചരിത്രത്തിലൊക്കെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ഈ അദ്ദേഹം കേരളത്തിലേക്ക് യാത്ര ചെയ്തത് ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടിയാണെന്നാണ് ഹസ്കർ പറയുന്നത്. ഈ കോഴിക്കോടെയും പാലക്കാടെയൊക്കെ രാജാക്കന്മാരെ തകർത്തുകൊണ്ട് ബ്രിട്ടീഷ് രാജ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ നേട്ടം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. ഈ പാവപ്പെട്ട സാമൂതിരിയെയും അതുപോലെ തന്നെ കൊച്ചി രാജാവിനെയും തൃശ്ശൂർ രാജാവിനെയും പാലക്കാടുള്ള ചെറിയ കുടുംബങ്ങളിലെ ആളുകളെയൊക്കെ രാജാക്കന്മാരെ തീർത്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ പരിശ്രമിച്ചു എന്ന പുതിയ ചരിത്രം അദ്ദേഹം വരുന്നു. പിന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിനെ ഏറ്റവും എതിർത്തത് പാവപ്പെട്ട കർഷകര്, അല്ലെങ്കിൽ എന്താ പറയാ, പല കുളത്തിലും 100-150 അടക്കം ശിരച്ഛേദം ചെയ്ത പാവപ്പെട്ട മലബാറിലെ ഹിന്ദുക്കളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പൂർണ്ണമായി എതിർത്തത് എന്ന് ഇനി ഹസ്കർ അടുത്ത തവണ പറയും. ഹസ്കറിനെ നമ്മൾ വിളിച്ചിരുത്തും. അദ്ദേഹത്തിന്റെ ചരിത്രബോധത്തെ കുറിച്ച് നമ്മൾ വളരെ ആരാധനയോടെ കേട്ടുകൊണ്ടിരിക്കും. കാരണം ഈ ചരിത്രത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ ഈ ഇന്ത്യയിൽ പിടിച്ചു നിർത്തിയത് ഈ മലബാറിലെ പാവം അരപ്പട്ടിണിക്കാരായ, കഴുത്തിൽ ഒരു മാല പോലും ഇടാൻ യോഗ്യതയില്ലാത്ത, 3 നേരം ഭക്ഷണം കഴിക്കാൻ യോഗ്യയില്ലാത്ത പാവപ്പെട്ട ഏറ്റവും അവശരായ ഹിന്ദുക്കളായിരുന്നു. അതുകൊണ്ടാണല്ലോ അവരുടെയൊക്കെ കഴുത്ത് വെട്ടി അദ്ദേഹം ഇവിടെ വളരെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ പിന്നെ അദ്ദേഹം ആകെ തകർക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടും എന്നും അദ്ദേഹം വിചാരിച്ചിരുന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണം മുഴുവൻ സർക്കാർ മറ്റേ അമ്പലങ്ങളിലായിരുന്നല്ലോ. ഇതൊക്കെയാണ് ഇവരുടെ അബദ്ധധാരണ. ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ നായ്ക്കൾക്ക് പണ്ടിട്ടിരുന്ന പേര് പല വീട്ടിലും എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ ചരിത്ര പുസ്തകമൊന്നും വായിക്കേണ്ട, ടിപ്പു എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. ചരിത്രബോധമുള്ള ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ടിപ്പു സുൽത്താന്റെ ഭീതിയിൽ നിന്ന് മാറിയപ്പോൾ തന്നെ സ്വന്തം വീട്ടിലെ നായ്ക്കിട്ട പേര് ടിപ്പു എന്നുകൂടി ആയിരുന്നു. അത്രയ്ക്ക് ഒരു എന്താ പറയാ, ജനങ്ങൾക്കറിയാമായിരുന്നു അദ്ദേഹം ആരാണെന്ന്. ഒരു കാര്യം. രണ്ട്, അദ്ദേഹത്തിന്റെ ചരിത്രബോധത്തെ കുറിച്ചുള്ള എന്റെ ഒരു പരിഹാസമാണെന്ന് വിചാരിക്കരുത്. മേ ബി ഹി റീഡ് ഒരു പുസ്തകമുണ്ട്, BJP RSS ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് അങ്ങ് വായിച്ചിരിക്കാൻ സാധ്യതയില്ല. അത് എഴുതിയ ആള് EMS നമ്പൂതിരിപ്പാട് എന്ന ഒരു മനുഷ്യനാണ്, ഒരു വലിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകവും അങ്ങ് വായിച്ചിരിക്കും. ഈ പുസ്തകം തപ്പണ്ട, എങ്ങും കിട്ടില്ല. കാരണം ഒരിക്കലും റീപ്രിന്റ് ചെയ്തിട്ടില്ല CPM. പക്ഷെ പുസ്തകത്തിന്റെ കോപ്പി എന്റെ അടുത്തുണ്ട്. ഞാൻ അതിന്റെ 8ാം പേജ് വായിച്ചു തരാം. ഞാൻ ഹസ്കറിന് അയച്ചും തരാം. ഒന്നുകൂടി ഞാൻ പേര് പറയാം, ജനങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ എഴുതിയെടുക്കട്ടെ. BJP RSS ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ, EMS നമ്പൂതിരിപ്പാട് 1986-87 കാലഘട്ടത്തിൽ എഴുതിയതാണ്. ഇതിന്റെ കോപ്പി കേരളത്തിലെ ഒരു ലൈബ്രറിയിലും ഇല്ല, CPMന്റെ ലൈബ്രറിയിൽ പോലും ഇല്ല. എന്റെ അടുത്ത് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നതാണ്, അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഇത്രയും വായിച്ചാണ്. ഡോക്ടർ ഹെഡ്ഗെ വാസ് ദ ഫൗണ്ടർ ഓഫ് RSS, എ നാഷണലിസ്റ്റ് ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഗാന്ധി ലെഡ് മൂവ്മെന്റ്. He is a committed congressman for the decade more and participated in 1933 salt satyagraha. ഇങ്ങനെ ദീർഘമായിട്ട് പറയുന്നുണ്ട്. പേജ് നമ്പർ 8. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരന്റെ ആചാര്യനായി EMS നമ്പൂതിരിപ്പാട് പറയാണ്, സംഘം സ്ഥാപിച്ചതിന് ശേഷം 1930 ഉപ്പു സത്യാഗ്രഹത്തിലടക്കം പങ്കെടുത്തു എന്ന് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. പാവം ഹസ്കറൊക്കെ എവിടെന്നോ എന്തൊക്കെയോ വായിച്ചുകൊണ്ട് EMSനേക്കാൾ വലിയ ചരിത്രബോധമുള്ള ആളാണെന്ന് സ്വയം നടിച്ചുകൊണ്ട് BJPയും RSSും അല്ലെങ്കിൽ RSS ഒന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, ഇവർക്കൊക്കെ ബ്രിട്ടീഷുകാരുടെ ചരിത്രമാണ്, ബ്രിട്ടീഷുകാരൻ ആരാണ് പണം കൊടുത്തതും ആരാണ് ഇവരുടെ കൂടെ കൂടിയെന്നൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് കാരണം സ്വന്തം ചരിത്രബോധത്തെ ഇത്ര വികലമായി ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്വന്തം ആത്മാഭിമാനത്തെ പണയം വെക്കരുത് എന്നുകൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു.